എന്തിനാ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? വീട് എന്നെ വെറുതെ വിട്ടേക്ക്. ആരാ നീ? ഞാൻ നിന്റെ ശിവാനി തന്നെയാണ്. അല്ല, നീ എന്റെ ശിവാനി അല്ല. സത്യം എന്താന്ന് വെച്ചാ പറ. സത്യം അറിയണോ നിനക്ക്? ഞാൻ നിന്റെ ശിവാനി തന്നെയാണ്. ശിവാനി വന്നേ മോളെ. ചേട്ടാ, ഏടത്തി എന്താ ഡല്ലായിട്ടിരിക്കുന്നത്? എന്താ മോളെ മുഖത്തൊരു വിഷമം പോലെ? ഇല്ലമ്മേ, അങ്ങനെയൊന്നുമില്ല. നീ കള്ളം പറയണ്ട, എല്ലാവരും നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നീ ഒരു കല്യാണ പെണ്ണല്ലേ, ഇന്ന് വളരെ സന്തോഷത്തോടെ ഇരിക്കേണ്ടവളല്ലേ, എന്നിട്ട് ആ സന്തോഷമൊന്നും നിന്റെ മുഖത്തില്ലല്ലോ. ശരിയാ. ഞാനും വന്ന മുതലേ നോക്കിക്കൊണ്ടിരിക്കുക. നീ എന്തെങ്കിലും വല്ലാതിരിക്കുന്നേ? എന്തു പറ്റി മോളെ? എന്താ കാര്യം? ഒന്നുമില്ല അമ്മേ, ഞാൻ ഇപ്പോഴത്തെ പോലെ തന്നെ ഉള്ളത്. പിന്നെ എന്തിനാ എല്ലാരും ഇങ്ങനെ ചോദിക്കുന്നത്? നിന്റെ ഈ മുഖം കണ്ടിട്ട് എന്തോ വിഷമമുള്ള പോലെ തോന്നി. അതുകൊണ്ടല്ലേ ഈ ചോദിക്കുന്നേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയും മോളെ. ശരി, ആയിക്കോട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ശരി, മുഹൂർത്തത്തിന് സമയമാകാറായി. വേഗം നീ പോയി റെഡിയാവും. വീണേ, ഇങ്ങോട്ട് വന്നേ. ഇവളെ കൂട്ടിക്കൊണ്ടുപോയി വേഗം റെഡിയാക്ക്. ആ ഏടത്തി വാ. എന്നെ നീ ഇങ്ങനെ വേദനിപ്പിക്കുന്നതിന്റെ കാര്യം എന്താ? ഞാൻ എന്ത് തെറ്റ് ചെയ്ത്? എന്നെ വിട്ടേക്ക്. എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. ഈ സ്ഥലത്തേക്ക് വന്നത് നിന്റെ ഇഷ്ടപ്രകാരമാണെങ്കിൽ ഇവിടുന്ന് തിരിച്ചു പോകാൻ എന്റെ സമ്മതം വേണം. നിന്നെ ഒരു കാരണവശാലും ഞാൻ വിടില്ല. ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്ത്? നീ എന്തിനാ എന്റെ ശിവാനിയുടെ രൂപത്തിൽ വന്നത്? പറ, ആരാ നീ? ആരാണെന്ന് പറയാൻ. ഞാൻ ആരാണെന്നുള്ളത് മുഖ്യമല്ല, നീ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടാവേണ്ടതാണ് മുഖ്യം. നമുക്ക് എനിക്കിപ്പോ അങ്ങോട്ടേക്ക് പോയേ പറ്റൂ. ഞാൻ അങ്ങോട്ടേക്ക് പോയില്ലെങ്കിൽ ശിവാനിയുടെ കല്യാണം കഴിയുമെന്ന് ഉറപ്പാ. അവള് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാ. അവൾ എനിക്ക് തന്നെ കല്യാണം കഴിക്കണം. അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. ശിവാനി 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 വന്നപ്പോ മുതൽ ആ പേര് മാത്രമേ ഉള്ളൂ വായില്. അവൾ എന്ത് കൈവശാ നിനക്ക് തന്നത്? എന്തിനാ അവളെ ഇത്രമാത്രം പ്രണയിക്കുന്നേ? എനിക്ക് അവളെന്ന് വെച്ച എന്റെ ജീവനാ. ഞാൻ അവളെ എന്റെ ജീവനെ തുല്യം സ്നേഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാൻ അവളെ പ്രണയിക്കുന്നതിൽ നിനക്കെന്താ പ്രശ്നമുള്ളത്? പ്രശ്നോ? എനിക്ക് എന്താ പ്രശ്നമെന്നോ? നീ അവളെ പ്രണയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതെന്തുകൊണ്ടാ? എന്തുകൊണ്ടെന്നാൽ ഞാൻ നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. നിന്നെ എനിക്ക് തന്നെ ലഭിക്കണം. നീ എന്തൊക്കെയാ പറയുന്നേ? നീ എന്നെ പ്രണയിക്കുന്നുണ്ടോ? അതെ, നീ എന്റേത് മാത്രമായി തീരണം. നീ താലി കെട്ടേണ്ടത് എന്നെ മാത്രമാണ്. നീ ആരാണെന്ന് തന്നെ എനിക്കറിയില്ല. എന്നിട്ട് നിന്നെ ഞാൻ പ്രണയിക്കണമല്ലേ? നിന്നെ ഞാൻ കല്യാണം കഴിക്കണമല്ലേ? നോക്ക്, പ്രണയം എന്ന് പറയുന്നതേ അതങ്ങനെ പിടിച്ചു വാങ്ങാൻ പറ്റുന്നതല്ല. ആരുടെ തലയിൽ ആരുടെ പേരാണോ എഴുതിയിരിക്കുന്നത് അവര് തമ്മിലേ ഒന്നിക്കുള്ളൂ. തലയിലെഴുത്ത് അതല്ലെങ്കിൽ അതെനിക്ക് വേണ്ടി ഞാൻ മാറ്റി എഴുതിയിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ എനിക്ക് വേണം. നീ എന്റേത് മാത്രമാ. ഹേയ്, എന്നെ പറ്റി നിനക്ക് എന്തറിഞ്ഞിട്ടാ ഇതുപോലെ പ്രണയിച്ചോണ്ടിരിക്കുന്നത്? മുഖം മൂടിയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിനക്ക് എന്നെ പ്രണയിക്കാനുള്ള ഒരു അർഹതയുമില്ല. മുഖം മൂടി ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാ. കാരണം ആ മുഖം മൂടിയുടെ ആവശ്യം എനിക്കിപ്പോ ഉണ്ട്. എന്താവശ്യമാണുള്ളത്? നീ എന്നെ ശിവാനിയുടെ രൂപത്തിൽ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നിട്ട് എന്നെ ശിവാനിയും തമ്മിൽ അകറ്റലായിരുന്നോ നിന്റെ ഉദ്ദേശം? നിനക്കിതിൽ എന്ത് ലാഭമുള്ളത്? പറ, എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നേ? ആരെങ്കിലും പറഞ്ഞിട്ടാണോ നീ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? ആ കാര്യമൊന്നും നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് നിന്നെ വേണോ അത്ര തന്നെ. തൃശൂൽ ദയവേത് ഈ ഒരു ദിവസം കൂടെ നീ ഇവിടെ നിന്നേ പറ്റൂ. നടക്കില്ല. എനിക്ക് ശിവാനി ഉള്ളിടത്തേക്ക് പോയേ പറ്റൂ. ആ കല്യാണം എനിക്ക് മുടക്കിയേ പറ്റൂ. ദയവ് ഏതാണ് വിട്ടേക്ക്. വിടാനല്ല പറഞ്ഞേ. വിടില്ല.
നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യും. പുറത്തു വന്നല്ലോ നീ. ഇല്ല, എനിക്കിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് ഇപ്പൊ തന്നെ പോയേ പറ്റൂ. തൃശൂൽ, ഞാൻ പറയുന്നത് കേക്ക്. നീ ഇവിടെ തന്നെ നിൽക്കണം. നിന്റെ വാക്ക് കേൾക്കേണ്ട ആവശ്യം എന്താ എനിക്കുള്ളത്? വിടാൻ. ഇവിടെ നിൽക്കാനല്ലേ ഞാൻ പറഞ്ഞത്. വിടാനാ പറഞ്ഞേ. എനിക്ക് എന്റെ ശിവാനിയാണ് പ്രധാനം. അവളെ എനിക്ക് തന്നെ കിട്ടിയേ പറ്റൂ. തൃശൂൽ, അവിടെ നിൽക്ക്. തൃശൂൽ, നിനക്ക് ഇവിടെ നിന്ന് പുറത്തു പോവാൻ കഴിയില്ല. എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. ദയവേദനൊന്നും ചെയ്യരുത് പ്ലീസ്. വിടില്ല. ഒരു കാരണവശാലും ഞാൻ നിന്നെ ഇവിടെ നിന്ന് വിടില്ല. ഞാനും അത് തന്നെ പറഞ്ഞേ, ഒരു കാരണവശാലും ഇവിടെ നിൽക്കില്ലെന്ന്. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ല. തൃശൂൽ, എന്റെ കണ്ണു വെട്ടിച്ച് എന്റെ സ്ഥലത്ത് നിന്ന് പോകാൻ നിനക്കാവില്ല. ഒളിച്ചു നിൽക്കാതെ എന്റെ മുന്നിലേക്ക് വാ. തൃശൂൽ, വെറുതെ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. നീ എന്റെ മുന്നിലേക്ക് വരാനാ പറഞ്ഞേ. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. എന്റെ മുന്നിലേക്ക് വാ തൃശൂൽ, വരാൻ. ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, എന്റെ പ്രണയം നേടാൻ വേണ്ടിയാ. ഇല്ല, ഞാൻ ഇവിടെ നിൽക്കില്ല. വാശി കാണിക്കേണ്ട തൃശൂൽ. എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നീ ആരാണെന്നുള്ളത് നിന്നെ എനിക്ക് ഓർമ്മപ്പെടുത്തണം. ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ ആരാണെന്ന് പറഞ്ഞു തരാന്നോ? പറ, ഞാൻ ആരാ? എന്നെ പറ്റി എന്തറിയാന്നാ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഒരു ദിവസം കൂടെ നീ ഇവിടെ നിന്ന് കാത്തിരിക്കെ. നിന്നോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. ഇനി ഒരു ദിവസം കൂടെ നിന്നാ ശിവാനിയുടെ കല്യാണം കഴിഞ്ഞു പോയില്ലേ? അവൾ എന്റെ അടുത്ത് നിന്ന് അകന്നു പോയില്ലേ? അത് തന്നെയല്ലേ നിന്റെയും ആഗ്രഹം? വീണ്ടും വീണ്ടും അത് പറഞ്ഞു എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. ഹേയ്, നീ ദേഷ്യപ്പെട്ടാലും എന്നെ എന്ത് തന്നെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇവിടുന്ന് പോവുക തന്നെ ചെയ്യും. എനിക്ക് എന്റെ ശിവാനിയെ വേണം. ശിവാനിയെ താലി കെട്ടാൻ പോകുന്നത് ഈ ഞാൻ തന്നെ ആയിരിക്കും. നിനക്ക് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല അല്ലേ? ശിവാനിയെ വേണോ അല്ലേ നിനക്ക്? നിന്റെ പ്രണയം നീ നേടിയെടുക്കുന്നതാണ്. അതിശേഷ, എന്നോട് ക്ഷമിക്കൂ അതിശേഷ. നിന്നെ ഇങ്ങനെ വേദനിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല. നിനക്കാണെങ്കിൽ എന്റെ പ്രണയം മനസ്സിലാകുന്നുമില്ല. നീയില്ലാതെ ഇത്രയും സംവത്സരങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു.
നിന്നെ ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. നിന്നെ ഇനി വിട്ടുകളയാൻ എനിക്ക് ഇഷ്ടമില്ല അതിശേഷ. നിന്നെ എനിക്ക് തന്നെ കിട്ടിയേ പറ്റൂ. നാഗലോകത്ത് വെച്ച് ഞാൻ നിന്നെ പ്രണയിക്കുകയായിരുന്നു. എന്റെ പ്രണയം നിന്നെ അറിയിക്കുവാൻ എനിക്കൊരവസരം പോലും തരാതെ നീ ആ ശിവാനിയുടെ പിറകെ പോയി. എപ്പോഴും അവളെ തന്നെ വേണമെന്ന് പറയുകയാ. അതിന് ഞാൻ സമ്മതിക്കില്ല. നിന്നെ എനിക്ക് തന്നെ വേണം. നിന്നെ എനിക്ക് തന്നെ സ്വന്തമാക്കണമെന്നുള്ളതുകൊണ്ടാ ഞാൻ ഇത്രയും വർഷം അജ്ഞാതവാസം നയിച്ചത്. നമ്മൾ രണ്ടും ഒന്ന് ചേർന്നേ പറ്റൂ. നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയും. എന്നിട്ട് ഞാൻ നാഗലോകത്തിന്റെ മഹാറാണി എന്ന പട്ടം അലങ്കരിക്കും. നീ എന്നിൽ നിന്നും അകലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ സങ്കടം കണ്ട് ഒരു കാരണവശാലും എന്റെ മനസ്സ് മാറുകയില്ല. എന്റെ മനസ്സെങ്ങാനും മാറിയാൽ നിന്നെ എനിക്കൊരിക്കലും കിട്ടുകയില്ല. ഞാൻ നിന്നെ എന്നേക്കുമായി മറക്കേണ്ടി വരും. നാഗലോകത്തിലെ നാഗറാണിയുടെ സ്ഥാനം എന്നിൽ നിന്നും അകന്നു പോകും. ഇല്ല, നാഗറാണി എന്ന ആ സ്ഥാനം ഞാൻ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഒരേ ഒരു ദിവസം ശിവാനിയുടെയും ത്രിവിക്രമിന്റെയും കല്യാണം കഴിയാൻ, ശിവാനി എന്നേക്കുമായി നിന്നിൽ നിന്നും അകന്നു പോകാൻ ഞാൻ നിന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു തരാം. നീ ആദിശേഷനാണെന്ന് നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. നിന്നെ ഞാൻ നാഗലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. പിന്നെ നീ എന്റേത് മാത്രമായി മാറും. നമ്മൾ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. നാഗലോകത്തിന്റെ ആധിപത്യം എന്റെ കൈകളിൽ ഒതുങ്ങുകയും ചെയ്യും. നാഗലോകത്തിന്റെ മഹാറാണിയാവും ഞാൻ. മഹാറാണിയാവും ഞാൻ. ത്രിവിക്രം, നീ എന്നെ എവിടേക്കായി കൂട്ടിക്കൊണ്ടു പോന്നേ? അതൊക്കെ പറയാം. ശിവാനി, നമ്മുടെ കല്യാണത്തിന് ഒരുക്കങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കി. ഈ ഡിസൈൻസ് ഒക്കെ ഞാൻ കൊടുത്ത അവർക്ക് നന്നായിട്ടില്ലേ? യെസ്. ശിവാനി, എനിക്ക് എന്തൊരു സന്തോഷമായിന്ന് തന്നോടത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഐ എം സോ ഹാപ്പി. ശിവാനി, യു നോ വാട്ട്, ഇനി കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഞാൻ തന്റെ കഴുത്തിൽ താലി കെട്ടും. ഇതുവരെ ലവേഴ്സ് ആയിരുന്ന നമ്മള് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാൻ പോവാ. ശിവാനി, നമ്മുടെ ഈ വിവാഹം ആർക്കും തടുക്കാൻ പറ്റില്ല. ഐ നോ, എൻഗേജ്മെന്റ് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ക്യാൻസൽ ആയിപ്പോയി. നമ്മുടെ കല്യാണത്തിന്റെ കാര്യവും ലാഗായിക്കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോ എവറിത്തിങ് ഈസ് സെറ്റ്. നമ്മുടെ കല്യാണം ആരെ കൊണ്ടും തടയാൻ പറ്റില്ല. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ നടക്കാൻ പോലെ. നീ നാഗരൂപത്തിലേക്ക് മാറിയോ? എങ്ങനെയാണ് നിനക്ക് ഇത്രയും ശക്തി ലഭിച്ചത്? ഇനിയും നിന്റെ കളി എന്റെ മുന്നിൽ നടക്കില്ല.
എന്റെ ശിവാനിയുടെ രൂപത്തിലായോണ്ട് നിന്നെ ഞാനൊന്നും ചെയ്യാതിരിക്കുന്നത്. അതുകൊണ്ട് നിന്നെ എനിക്ക് വേദനിപ്പിക്കാനും തോന്നുന്നില്ല. അക്കാര്യം ആലോചിക്കാൻ പോലും എനിക്ക് ഒരു താല്പര്യമില്ല. പറ, ആരാണ് നീ? നിന്റെ യഥാർത്ഥ രൂപം കാണിക്ക്. ഇല്ല, എന്റെ യഥാർത്ഥ രൂപം ഞാൻ നിന്നെ ഒരു കാരണവശാലും കാണിക്കില്ല. ഉറപ്പായിട്ടും ഞാൻ തന്നെയാണ് ശിവാനി. ഏയ്, ഇനിയും എന്റെ ക്ഷമയെ പരീക്ഷിക്കാൻ നിൽക്കരുത്. നീ എത്ര തന്നെ ചോദിച്ചാലും ശരി, ഞാൻ ആരാണെന്നുള്ളത് നിന്നോട് പറയില്ല. പറയില്ലേ നീ? ശരിക്കും നീ എന്നോട് പറയില്ല? ഇല്ല, പറയില്ല. ശിവാനി, താൻ ഹാപ്പിയല്ലേ? താൻ ഈ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കായിരുന്നില്ലേ? എനിക്കറിയാം താൻ എന്നെ എന്തുമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. ശരിക്കും എന്നെപ്പോലെ തന്നെ താനും ഹാപ്പി ആയിപ്പോ അല്ലേ? ശിവാനി, താൻ എന്തൊന്നും മിണ്ടാത്തേ? ഞാൻ ഇങ്ങോട്ട് വന്നത് മുതൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. താൻ ഭയങ്കര മൂഡ് ഓഫാ. വീട്ടുകാരുടെ ചോദ്യങ്ങൾക്കും താൻ ഉത്തരം കൊടുക്കുന്നില്ല. ഞാനും തന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. പിന്നെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് അതൊക്കെ തന്നോട് പറയണ്ടല്ലോ എന്ന് കരുതി. എന്താ പറ്റിയെന്ന് എന്നോട് പറ ശിവാനി. ഒന്നുമില്ല. നോനോ, തനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഒന്നുമില്ലെന്ന് പറഞ്ഞ് തനിക്ക് വീട്ടുകാരെ വിശ്വസിപ്പിക്കാൻ പറ്റും, പക്ഷെ എന്നെ എങ്ങനെ വിശ്വസിപ്പിക്കാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ചാ പറ ശിവാനി. സംതിങ് റോങ്? ത്രിവിക്രം, എനിക്കൊന്നുമില്ലാന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഒന്നുമില്ലെങ്കിൽ പിന്നെ താൻ എന്താ ഇങ്ങനെ പെരുമാറുന്നേ? തന്റെ മുഖത്ത് ചെറിയൊരു സ്മൈൽ പോലും ഇല്ല. അന്ന് ഡാഡി നമ്മുടെ കല്യാണക്കാര്യം പറഞ്ഞപ്പോ താൻ എന്ത് സന്തോഷത്തിലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ആ സന്തോഷം തന്റെ മുഖത്ത് ഇപ്പൊ കാണാനേ ഇല്ല. എന്താ ശിവനി ഇങ്ങനെ? താനൊന്ന് പറ. ശിവാനി, താൻ എന്തോന്നും മിണ്ടാത്ത? സത്യം പറ, തനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല? ഇഷ്ടമില്ലെങ്കിൽ നമുക്കിതങ്ങ് ക്യാൻസൽ ചെയ്തേക്കാം. ത്രിവിക്രം, എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണ്ടേ? എന്റെ ചോദ്യത്തിന് താൻ റെസ്പോണ്ട് ചെയ്യുന്നേ ഇല്ല. ഇതിന്ന് പിന്നെ ഞാൻ എന്താ മനസ്സിലാക്കണ്ടേ? തനിക്ക് നമ്മുടെ ഈ വിവാഹത്തിൽ താല്പര്യമില്ലെന്നല്ലേ? ത്രിവിക്രം, ദേവി അത് ഇങ്ങനെയൊന്നും പറയാതിരിക്കും. നമ്മുടെ കല്യാണം നടക്കണം ത്രിവിക്രം. നമ്മുടെ പ്രണയം ഒന്നാവുകയും വേണം. അതാണ് എന്റെ സ്വപ്നം. പറ്റില്ലെന്ന് മാത്രം പറയരുത്. ഹേയ്, ഐ ആം ജസ്റ്റ് കിഡിങ്. ഡോണ്ട് വറി. ഒരു കാരണവശാലും ഞാൻ ഈ കല്യാണം ക്യാൻസൽ ചെയ്യില്ല. ത്രിവിക്രം, നിനക്കിതൊക്കെ ചിലപ്പോ തമാശയായിരിക്കും, പക്ഷെ എനിക്കങ്ങനെയല്ല. ഇനി ഒരു കാരണവശാലും എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഐ ആം റിയലി സോറി. ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലെങ്കിൽ താനൊന്നും മിണ്ടാതിരിക്കാൻ പാടില്ല. സന്തോഷത്തോടെ ചിരിച്ചോണ്ടിരിക്കണം. മനസ്സിലായോ? ഒന്ന് ചിരിച്ചേ. ആരാ നീ? എന്നിങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടുവന്നത് എന്തിനാ? എന്നിങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞതാരാ? മര്യാദയ്ക്ക് പറ. നിന്റെ കഥ ഇതോടെ തീർന്നു. തൃശൂൽ, ദയവേത് നീ എന്നെ വിട്ടിട്ട് പോവരുത്. ഈ ഒരു ദിവസം കൂടെ നീ എന്റെ കൂടെ നിൽക്കണം. നീ പറയുന്നതെല്ലാം ഞാൻ കേട്ടോളാം. നിന്നെ ഒരു തരി പോലും ഞാൻ വേദനിപ്പിക്കില്ല. ഞാൻ നിന്നെ സങ്കടപ്പെടുത്തില്ല. ദയവേത് ഞാൻ പറയുന്നത് കേൾക്ക് തൃശൂൽ. ഇല്ല, ഒരു കാരണവശാലും ഞാനിവിടെ നിൽക്കില്ല. ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ എന്നോട് നീ എതിർത്ത് സംസാരിക്കണ്ട. നീ ഇവിടെ നിന്ന് പോകാൻ പാടില്ല. നിനക്ക് ഇതുവരെ കിട്ടിയതൊന്നും മതിയായില്ലേ? വീണ്ടും എന്റെ അടുത്ത് വാശി കാണിക്കാൻ നിൽക്ക? ഇല്ല ഇല്ല തൃശൂൽ, ഞാൻ നിന്റെ കാല് പിടിക്കാൻ. തൃശൂൽ, എന്നെ വിട്ട് പോവല്ലേ നീ. എന്നെ തനിച്ചാക്കിയിട്ട് എന്റെ ജീവിതത്തിൽ നിന്ന് പോവല്ലേ തൃശൂൽ. പറയുന്നത് കേക്ക്. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ പ്രണയം എന്നെ വിട്ട് ദൂരെ പോയില്ലേ? പ്രണയം പ്രണയം പ്രണയം. നിനക്ക് നിന്റെ പ്രണയം മാത്രമാണോ പ്രധാനം? തൃശൂൽ, ആ ശിവാനിയെ മറന്നേക്ക് തൃശൂൽ. നീ എന്നെ സ്നേഹിക്ക്. നീ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചോളാം.
എന്നെ വിട്ട് പോവല്ലേ തൃശൂൽ, ഞാൻ നിന്റെ കാല് പിടിക്കാം. പറയുന്ന കേൾക്ക്. നിനക്ക് പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ലേ? മര്യാദക്ക് വിടന്നെ. തൃശൂൽ പോവല്ലേ തൃശൂൽ. തൃശൂൽ ദേവി എന്നെ വിട്ട് പോവല്ലേ. നിന്റെ കാല് ഞാൻ പിടിക്കാം. തൃശൂൽ എന്നെ വിട്ട് പോവല്ലേ. തൃശൂൽ അവിടെ നിൽക്ക. തൃശൂൽ, തൃശൂൽ നിൽക്കാൻ. തൃശൂൽ